ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖം. ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, റാഹത്താണ്, അൽഹംദുലില്ലാ. പിന്നെ ഞാനിന്ന് വന്ന വീഡിയോ എന്താ പറയുക, അതിൻ്റെ മുമ്പായിട്ട് കാര്യം പറയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. എന്നെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മുഅ്മിനുകൾക്കും വേണ്ടി, മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഒരു ദിവസം ഒരു നേരെങ്കിലും ദുആയിൽ ഉൾപ്പെടുത്തണേ. അപ്പം ഞാനിന്ന് വന്ന വീഡിയോ എന്താ പറയുക, എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ, ഒരു കാര്യം കേട്ടോ. അപ്പം എനിക്ക് 100% റിസൾട്ട് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പം ഇത്തരം വിഷയം കൊണ്ട് അനുഭവിക്കുന്ന, വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന, എന്താ പറയുക, സന്തോഷം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ടാവില്ലേ. ആണുങ്ങളായാലും ഉണ്ടാവും, പെണ്ണുങ്ങളായാലും ഉണ്ടാവില്ലേ. അപ്പം ആ വിഹിത ബന്ധത്തിൽ പോയ ഭർത്താക്കന്മാരെ കൊണ്ടും അതേപോലെ ഭാര്യമാരെ കൊണ്ടും സ്വഭാവദൂഷ്യമുള്ള മക്കളെ കൊണ്ടും പിന്നെ എന്താ പറയുക, സഹോദരങ്ങളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടാവില്ലേ. അതേപോലെ നമ്മുടെ കുടുംബത്തിൽ അയൽവാസികളിലായാലും ഇല്ല, നമ്മൾ അയൽവാസികൾ അങ്ങനെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു അടിമയാണെങ്കിൽ നമ്മൾ അയൽവാസികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം കേട്ടോ. അവർ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ, അപ്പോൾ ദുആ ചെയ്യാം. അപ്പം ഞാനിന്ന് വന്ന വീഡിയോ എന്താ പറയുക, പിന്നെ ഒരു സൂറത്ത് പിന്നെ തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ സൂറത്തില്ലേ, ചെറിയ സൂറത്താണല്ലോ. ആ സൂറത്തില്ലേ ഞാൻ ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടട്ടോ. ഞാൻ ഇത് ഓതിയത് ഒരു റമദാൻ മാസത്തിലായിരുന്നു കേട്ടോ. റമദാൻ മാസത്തിൽ അതിന് കുറച്ച് മുമ്പാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം ഒരാൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഇതുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കി. ഇപ്പോഴല്ല, കുറേ മുമ്പാണ് കേട്ടോ. അപ്പം ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും ഫലം കിട്ടുന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ ജീവിതം. അപ്പോൾ നിങ്ങളില്ലേ ഈ ഒരു സൂറത്ത് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഓതുക. ആ സമയത്ത് തന്നെ ഓതണം കേട്ടോ. ആ സമയത്ത് ഓതിയാണ് അതിൻ്റെ ഫലം കിട്ടുള്ളൂ. പിന്നെ നിയ്യത്ത് പ്രധാനമാണ്. ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന മക്കളെ കൊണ്ടാണെങ്കിലും എന്താ പറയുക, നമുക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിലൊക്കെ പോകുന്ന മക്കളുണ്ടാവുമല്ലോ. പിന്നെ എന്താ പറയുക, സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരാണെങ്കിലും മറ്റൊരാളെ ഇഷ്ടമില്ല, മാതാപിതാക്കൾ കൊണ്ടുവരുന്ന അത് ഇഷ്ടപ്പെടാതെ വേറെ വഴിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണെങ്കിലും ഭർത്താവിൻ്റെ ദുസ്വഭാവമാണെങ്കിലും, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയുടെ ദുസ്വഭാവമാണെങ്കിലും, സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും ഒക്കെ ഇല്ല നിങ്ങളില്ലേ ഈ ഒരു സൂറത്തിൽ പിന്നെ തബ്ബത്ത് യദാ അബീ ലഹബ് എന്ന സൂറത്തില്ലേ, പിന്നെ ആ ഒരു സൂറത്ത് നിങ്ങളില്ലേ സുബഹിൻ്റെ മുമ്പായിട്ട് ഏറ്റവും നല്ല സമയം തഹജ്ജുദിന് ശേഷമാണ്. ആ സമയത്ത് ഓതാൻ പറ്റിയ അത്രയും നല്ലതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ നിയ്യത്ത് വെച്ചിട്ടില്ലേ, ഒരു ദിവസമല്ല കേട്ടോ, നിങ്ങൾ ഈ കാര്യം സാധിക്കുന്നത് വരെ നിങ്ങൾ ഓതുക. ഉറപ്പായിട്ടും ഇതിൻ്റെ ഫലം കിട്ടും. അപ്പം നിങ്ങൾക്ക് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത്തരം അനുഭവം അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിങ്ങളെ എന്താ പറയുക മക്കളാണെങ്കിലും എന്താ പറയുക സഹോദരങ്ങളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും പറയുമല്ലോ, ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ട്, ഇങ്ങനെ സ്വഭാവമുണ്ട്. ഈ ഒരു അവിഹിത ബന്ധം മാത്രമല്ല കേട്ടോ, പിന്നെ ഫോണിന് അഡിക്ഷനായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ഫോണിൽ കൂടെ പല ബന്ധങ്ങളും സ്ഥാപിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അതാണെങ്കിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആൻ ഷരീഫിലെ ഖുർആൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫലം ഉറപ്പാണ്. ഒന്നാമത്തെ കാര്യം നിയ്യത്താണ്. പിന്നെ ഫർള് നിസ്കാരം കളാക്കാതെ നിസ്കരിക്കും കൂടി ചെയ്യണം കേട്ടോ. നമ്മളെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം നമ്മൾ റബ്ബിലേക്ക് അടുക്കരുത്. നമ്മൾ എപ്പോഴും ഇല്ല, എത്ര തിരക്കാണെങ്കിലും നമ്മൾ 5 വക്ത് നിസ്കാരം കളാക്കാതെ നിസ്കരിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇതാണ് ആ സൂറത്ത് കേട്ടോ. സൂറത്ത് പിന്നെ നബ എന്ന് പറയും, അതുപോലെ ലഹബ് എന്ന് പറയും. ലഹബ്. ഈ ഒരു സൂറത്തിൽ പിന്നെ ഈ ഒരു സൂറത്ത് നിങ്ങൾ എന്തൊക്കെ അറിയാം, തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം 19 തവണ സുബഹിൻ്റെ മുമ്പായിട്ട് തഹജ്ജുദിന് ശേഷമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫലമായിരിക്കും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ സുബഹിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, അത് നിസ്കരിക്കുക. ഇത് ഓതുന്നതിൻ്റെ പിന്നെ സുബഹിൻ്റെ സുന്നത്തിൻ്റെ മുമ്പായിട്ട് ഇത് ഓതുക. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക അറിയോ, പിന്നെ 19 തവണ ഈ ഒരു നിയ്യത്ത് വെച്ച് നിങ്ങൾക്ക് എന്താണോ നിയ്യത്ത് ഹലാലായിരിക്കണം കേട്ടോ. ഹലാലായ ഉദ്ദേശമായിരിക്കണം, മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള കാര്യങ്ങളൊന്നും ആവരുത്. അപ്പോൾ നമ്മളെ ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും സഹോദരങ്ങളായാലും അയൽവാസികളായാലും നമുക്ക് വേണ്ടപ്പെട്ട ആരാണെങ്കിലും നമ്മളില്ല ഈ ഒരു നിയ്യത്ത് വെച്ചിട്ട് അവരുടെ സ്വഭാവം നന്നാണെ പഠിച്ചോനെ. അങ്ങനെ അത്രയും സ്വഭാവമുള്ള ആളുകളില്ലേ, കുടുംബജീവിതത്തിൽ ഭാര്യമാരായിട്ട് അകലും, മക്കളോട് അകലും, വീട്ടിൽ കലഹം ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്ത് പറഞ്ഞാലും നമ്മളെന്ത് പറഞ്ഞാൽ നമ്മോട് ദേഷ്യമായിരിക്കും. നമ്മളെ വീട്ടിൽ ചില ആളുകളൊക്കെ പറയുന്നേക്കാം. പിന്നെ ഞാൻ ചെയ്തൊരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ്, എനിക്ക് ഭയങ്കര സങ്കടമായി ആ കമൻറ്റ് കണ്ടിട്ട്. പിന്നെ എനിക്ക് ഭർത്താവ് എന്നെ കാണുന്ന പോലുമില്ല, ഞാൻ വീട്ടിലുണ്ടോയെന്ന് പോലും ഭർത്താവ് അറിയുന്നില്ല. ഇതിൻ്റെ മുമ്പ് ഞാൻ കുറേ മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ അങ്ങനെ പറയുന്നവരൊത്തിട്ടുണ്ട്. വല്ലാത്ത സങ്കടമാണ് അതല്ലേ. നമ്മൾ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളൊരു വീട്ടിലൊരു അടിമനെ പോലെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ.
അപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടെങ്കിലും ഭർത്താവ് നമ്മളെ പരിഗണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നമുക്കില്ലേ വീട്ടിൽ എന്ത് പണി ചെയ്യാൻ നമുക്ക് തളർച്ച വരില്ല. അപ്പം നമ്മളൊരു പരിഗണനയില്ല, നമ്മോട് മിണ്ടൂല, ചിരിക്കൂല, കളിക്കൂല, തമാശയില്ല, പിന്നെ ഒന്നുമില്ലാത്തൊരു ജീവിതമാകുമ്പോൾ നമുക്ക് ജീവിതം മടുത്തു പോകും. പഠിച്ചോൻ കാക്കട്ടെ, നമുക്ക് അത്രയും അവസ്ഥയുള്ള എല്ലാവരും റബ്ബ് കാക്കട്ടെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാറ്, ഞാൻ ഈ പറഞ്ഞതുപോലെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമായിട്ട് 19 തവണ സൂറത്തിൽ 19 എന്ന സൂറത്തിലെ 19 തവണ ഓതിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. അതിന് ശേഷം എന്താക്കുക, സുബൈൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, പിന്നെ സുബൈ നിസ്കരിക്കുക ദുആ ചെയ്തതിന് ശേഷം കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെയില്ലേ ഒരു മാസം നോക്കുക, അപ്പം തന്നെ നിങ്ങൾക്ക് മാറ്റം വരും. ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും. അത് ഭാര്യയാണെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്ന അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും. അവരതിൽ നിന്നും വിട്ടു നിൽക്കും. ഹറാമിൽ നിന്ന് അവർ വിട്ടു നിൽക്കും. അവിധബന്ധമാണ് അവർ വിട്ടു നിൽക്കും, ഉറപ്പാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറിയാം, നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ. നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റബ്ബിൻ്റെ ഫലം കാണിച്ചു തരും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാമെന്നോ ഞാൻ പറയലില്ല, എൻ്റെ എല്ലാ വീടുകളും നോക്കിയാൽ ഞാൻ പറയലില്ല. പക്ഷേ ലൈക്ക് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യണം. നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വീഡിയോയിൽ മാറ്റം വരുത്തണമെങ്കിൽ അതും പറയട്ടോ. ഞാൻ ഇൻഷാ അല്ലാഹ് അംഗീകരിക്കാൻ പറ്റുന്നത് ഞാൻ അംഗീകരിക്കും ഇൻഷാ അല്ലാഹ്. ദുആയിൽ ഉൾപ്പെടുത്തുക. അതേപോലെ എന്താ പറയുക, എൻ്റെ വീഡിയോ നിങ്ങളിൽ ഇതേപോലെ വിഷമം അനുഭവിക്കുന്ന എന്താ പറയുക, അവിഹിത ബന്ധത്തിൽപ്പെട്ട ഭർത്താവിൻ്റെ ആയാലും ഭാര്യയായാലും മക്കളായാലും അങ്ങനെ ഒരു വിഷമം അനുഭവിക്കുന്ന നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഉറപ്പായിട്ടും നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ ഇല്ലേ നമുക്ക് അതിൻ്റെ ഒരു കൂലി റബ്ബ് തരും. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങൾ, ഹൈറായ അനുഭവങ്ങൾ, സന്തോഷമുള്ള ജീവിതം എനിക്ക് ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇപ്പോഴും അൽഹംദുലില്ലാഹ് റാഹത്താണ് ജീവിതം. അൽഹംദുലില്ലാഹ് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ റബ്ബ് ഈ ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു അവസ്ഥ റബ്ബ് എനിക്ക് എന്താ പറയുക രക്ഷ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് റബ്ബ് എല്ലാവരെയും കാക്കട്ടെ. അപ്പം നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അല്ലാഹു നല്ലൊരു സമാധാനം സന്തോഷ ജീവിതം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.